അട്ടപ്പാടിയിലെ മധുവിനെ നമ്മൾ മറന്നിട്ടുണ്ടാവില്ല. കേരളത്തിലെ ജനങ്ങൾ മൃഗതുല്യരായി പെരുമാറി ഒടുവിൽ മർദ്ദിച്ചവശനാക്കി കൊലപ്പെടുത്തിയ പാവം ആദിവാസി ഊരുകാരനായ 27-കാരൻ മധു. അതിനിപ്പുറം ഒരുപാട് വർഷങ്ങൾ കടന്നുപോയി. ഇപ്പോഴത്തെ വീണ്ടും ഒരു ആദിവാസിക്ക് നേരെ കയ്യേറ്റമുണ്ടായിരിക്കുകയാണ് ശാരിക. അതായത് അട്ടപ്പാടിയിലെ സിജു എന്ന് പറയുന്ന ആദിവാസി യുവാവിന് നേരെ ഒരു കയ്യേറ്റം. അത് കയ്യേറ്റം എന്ന് പറയുമ്പോഴത്തേക്കും മിൽമ പിക്കപ്പ് വാന് നടുവിൽ നിന്നുകൊണ്ട് ഇയാൾ മദ്യപിച്ചിരുന്നു എന്ന് അവർ പറയുന്നുണ്ട്, പ്രതികൾ പറയുന്നുണ്ട്. പക്ഷെ അതിന്റെ പരിഹാരമാണോ വൈദ്യുതി തൂണിൽ കെട്ടിയിടുക എന്നുള്ള വലിയൊരു ചോദ്യമാണ്. അത് മാത്രമല്ല, ഞാനൊന്നും ചോദിക്കട്ടെ, ഇപ്പൊ എന്റെ ജയുടെ വണ്ടിയിൽ ഒരാൾ ആക്രമിച്ചാൽ നമ്മൾ ചിരിച്ചു കളിച്ചാണോ അയാളോട് പ്രതികരിക്കുക? സത്യത്തിൽ അതൊരു കള്ളമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇയാൾ മദ്യപിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, ആ ഒരു ചെറിയ ലീക്കായിട്ടുള്ള വീഡിയോയിൽ കണ്ടിരിക്കുന്നു. പക്ഷെ ഇവന്മാര് വളരെ പരിഹാസപൂർവ്വം വളരെ അവരുടെ വിവസ്ത്രനാക്കുക. അതിന്റെയൊക്കെ കാര്യം എന്താണ്? വിവസ്ത്രനാക്കുക, അടിവസ്ത്രം ഇട്ടുകൊണ്ട് അയാളെ കെട്ടിയിട്ടിരിക്കുകയാണ്. അതായത് നാൽക്കാലിയെ പിടിച്ചിരിക്കുന്ന പോലാണ് ആ മനുഷ്യനെ കെട്ടിയിട്ടിട്ട് അയാൾ എന്തൊക്കെയോ പറയുന്നുണ്ട്. ബോധമില്ല. ശരിയാണ്, മദ്യപിച്ച ഒരാൾക്ക് ബോധം ഉണ്ടാവില്ല, പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കൊക്കെ ബോധം ഉണ്ടല്ലോ. അവനെ തല്ലിച്ചായിട്ട് എന്ത് കിട്ടാനാണ് അവർക്ക്? അപ്പോൾ അതിന്റെ ഒരു ടാഗ് ലൈൻ ഉണ്ട്, ജയ്, അത് അവനൊരു ആദിവാസിയാണ്. ദാറ്റ്സ് എ പോയിന്റ്. എല്ലായ്പ്പോഴും നമ്മളെ സാധാരണക്കാരനായിരുന്നുവെങ്കിൽ അവ ഇത്രയും ഇവന്മാര് കാണിക്കുമോ? ജസ്റ്റ് പരസ്പരം തമ്മിൽ തല്ലുമായിരിക്കും. പോലീസിനെ അപ്പം തന്നെ വിളിക്കും. എന്തുകൊണ്ട് പോലീസിനെ വിളിച്ചില്ല? ഇവരുടെ പിക്ക് വാനിലെ ആക്രമിച്ചു, കല്ലെറിഞ്ഞു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് അവിടെ അഗളി പോലീസ് ഉണ്ടായിരുന്നല്ലോ, എന്തുകൊണ്ട് വിളിച്ചില്ല? 1 മണിക്കൂറാണ് ആ പയ്യനെ തൂണിൽ കെട്ടിയിട്ട് പോയത്. നാട്ടുകാരോ വന്നിട്ട് അഴിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയായിരുന്നു ചെയ്തത്. പോലീസുകാരല്ല, ഡോക്ടർ പോലും നിരുത്തരവാദപരമായിട്ടാണ് പെരുമാറുന്നതാണ് പറയുന്നത്. ആദ്യം കേസെടുക്കാൻ തയ്യാറായില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്ത് തന്നെ ആയാലും ഒരുപാട് മധു ഇനിയും ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ലെന്നാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും ഷോളയാർ സ്വദേശികളായിട്ടുള്ള വിഷ്ണു, റെജിൽ എന്നിവരെയാണ് എന്തായാലും പോലീസ് ഈ പറഞ്ഞ പോലെ ഒരുപാട് സമ്മർദ്ദങ്ങളുടെ ഒടുവിൽ പിടികൂടിയത്. നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ആ ടാഗ് ലൈൻ തന്നെയാണ്, അല്ലെങ്കിൽ അവർ ആരാണ് എന്നുള്ള ബോധ്യമാണ് ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ കേരളത്തിൽ വീണ്ടും റിപ്പോർട്ട് ചെയ്യാനായിട്ട്. ഒരുപാട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല, പക്ഷേ അത്തരം അതിക്രമങ്ങൾ വളരെ ക്രൂരം തന്നെയാണ്. കാര്യം ഇവരെ കെട്ടിയിട്ടാലും മർദ്ദിച്ചാലും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്തു കഴിഞ്ഞാലും ചോദിക്കാൻ ആൾ വരില്ല. പ്രബലരായ ഒരു കൂട്ടം ഇവർക്ക് പിന്നിലില്ല, ഇവർക്ക് വേണ്ടി ശബ്ദിക്കാനായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ കാണില്ല എന്നുള്ള ബോധ്യമാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. കാരണം നിരന്തരമായിട്ട് നമ്മൾ കയ്യേറ്റങ്ങളും കയ്യാങ്കളികളും റോഡിലെ ആക്രമണങ്ങളും വെട്ടിക്കുത്തുകളും എല്ലാം കാണാറുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ഒരാളെ കെട്ടിയിട്ട് ജനക്കൂട്ടം ചേർന്ന് മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നുകിൽ ആദിവാസി ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലും ആയിരിക്കും. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതാണ്, അവർക്ക് വേണ്ടി ശബ്ദമുയർത്താനായിട്ട് ആരും വരില്ല എന്നുള്ള ധൈര്യം. അതെ, ആരുമില്ല. കാരണം ഒരു അസോസിയേഷനില്ല. ആദിവാസി ഗോത്ര മഹാജന സഭ എന്ന് പറയുന്നത് സിനിമകളിൽ മാത്രം കാണുന്ന ഒന്നാണെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇറങ്ങിയ സിനിമ പോലും നമ്മളെ പലതും പൊള്ളിക്കുന്ന സത്യങ്ങൾ ഉറപ്പെടുത്തുന്നു. അരിവേട്ട, നമ്മൾ സ്പോയിലർ പറയുമല്ല, പക്ഷെ അതിനകത്ത് പറയുന്നത് മുത്തങ്ങ സംഭവമാണ്. മുത്തങ്ങയെ അടിസ്ഥാനമാക്കി ബേസ് ചെയ്തുണ്ടാക്കിയ ഒരു സ്റ്റോറിയാണ്, ഒരു സിനിമയാണത്. അതുകൊണ്ട് തന്നെ 2003 നടന്ന ആ സംഭവം പെട്ടെന്നൊന്നും മലയാളികൾക്ക് മറക്കാനാവുമോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ മലയാളികൾ മറന്നുപോയി. പക്ഷേ അതൊരു വല്ലാത്ത ഓർമ്മപ്പെടുത്തൽ തന്നെയാണ്. കാരണം ഇതിന്റെ പിന്നിൽ ഇതായിരുന്നോ എന്ന് അന്ന് ചോദിച്ചു പോവുകയാണ്. കാരണം ഇന്നും ചുരുളറിയാത്ത പല രഹസ്യങ്ങളും ആ മുത്തങ്ങ സംഭവത്തിൽ നടന്നിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റ് ആയാലും സർക്കാരായാലും ഒരുമിച്ച് ഇന്ന് കുഴിച്ചുമൂടി എന്നാണ് പലരും വിശ്വസിക്കുന്നത്. ഇന്നും അവർക്ക് നീതി കിട്ടിയിട്ടില്ല, ഇന്നും അവർക്ക് ഊരില്ല, അവർക്ക് പ്രോപ്പറായിട്ട് വിദ്യാഭ്യാസമില്ല. ഗർഭിണികൾക്ക് കൃത്യമായി പ്രസവിക്കാൻ ഒരു ഒരു ഹെൽത്ത് സെന്റർ ഇല്ല, ഒരു സാമൂഹ്യ കേന്ദ്രമില്ല. ഇതെല്ലാം അവരുടെ പ്രശ്നങ്ങളാണ്. ആദിവാസികൾ എന്ന് പറഞ്ഞാൽ കാടിന്റെ മക്കളാണ്. അവരെന്ത് തെറ്റാണ് നമ്മളോട് ചെയ്തത്? എന്തിനാണ് അവരെ ഒരു ഭക്ഷണത്തിന്റെ പേരിലാണ് നേരത്തെ ജയ് സൂചിപ്പിച്ച പോലെ മധുവിനെ തല്ലിക്കൊന്നത്? ആരാണ് അവർക്ക് അധികാരം കൊടുത്തത്? ഇപ്പോഴും പറയുന്നു, ഈ പറയപ്പെടുന്ന മുത്തങ്ങ സംഭവത്തിന് ശേഷം ഏതാണ്ട് 1000-200 പേരെ അറസ്റ്റ് ചെയ്തു. ആദിവാസികളായതുകൊണ്ട് അവരെ വെറുതെ വിടുന്നു. അതിനുശേഷം 238 കുടുംബങ്ങൾ അതിൽ പങ്കെടുത്തിരുന്നു. ഇവർക്ക് ആർക്കാണ് ലാൻഡ് കൊടുത്തത്? 2024 മറ്റോ നമ്മുടെ മുഖ്യൻ എന്തൊക്കെയോ ലാൻഡുകൾ പതിച്ചു കൊടുത്തു എന്ന് പറയപ്പെടുന്നു. പക്ഷെ അവർക്ക് നീതി കിട്ടിയോ? എത്ര പേരെ ഉള്ളോ ഈ ആദിവാസി ഊരുകളിൽ താമസിക്കുന്നവർ? തീർച്ചയായിട്ടും അവർക്കെതിരെ കാലാകാലങ്ങളായിട്ട് മാറി വരുന്ന സർക്കാരുകൾ, അത് LDF ആവട്ടെ UDF ആവട്ടെ ആരാണെങ്കിലും കാണിച്ചിരിക്കുന്ന നീതികേടുകൾ പൊറുക്കാൻ സാധിക്കുന്നതല്ല. കാരണം നമുക്കറിയാം, അവർ ഈ പറഞ്ഞ പോലെ അവരെ അതിൽ കുറ്റം പറയാൻ സാധിക്കില്ല. കാരണം അത്രയും കാടിനോടും മണ്ണിനോടും ചേർന്ന് ഇടപഴകിയിട്ടുള്ള ഒരു ജീവിത രീതിയാണ് ഈ ഗോത്ര വിഭാഗങ്ങളുടേത്. കാര്യം അത് നമ്മുടെ ഒരു തനതായ സംസ്കാരം കൂടിയാണ്. അത്തരത്തിൽ ചുരുക്കം എണ്ണത്തിൽ മാത്രം ഒതുങ്ങിക്കൂടിയിരിക്കുന്ന അവർ നമുക്ക് പങ്കുവെച്ചു തരുന്ന ഈ പറഞ്ഞ പോലെ സംസ്കാരത്തിൻ്റെയും ഗോത്ര ഭാഷയുടെ രീതികളും അതൊക്കെ നമ്മുടെ ചരിത്രവുമായിട്ടും നമ്മുടെ തനതായിട്ടുള്ള കേരളത്തിൻ്റെ ഉത്ഭവമായിട്ടും ഒരുപാട് ചരിത്രങ്ങളും ഹിസ്റ്റോറിക്കൽ എവിഡൻസുകളും ഒക്കെ പേർന്ന ഒരു സമൂഹത്തിന്റെ അടയാളങ്ങളാണ് ഈ ആദിവാസി വിഭാഗങ്ങൾ അല്ലെങ്കിൽ ഗോത്ര വിഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഒരുപക്ഷെ അവരിങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെടുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ശാരിക, അവരൊരു വലിയ വോട്ട് ബാങ്ക് അല്ല, അവരെണ്ണത്തിൽ വളരെ കുറവാണ്.
അത്തരത്തിൽ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് രാഷ്ട്രപതിയായിട്ടുള്ള KR നാരായണൻ ഇത്തരത്തിലുള്ള ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തി അപൂർവങ്ങളിൽ അപൂർവമായി അത്തരം നേട്ടങ്ങൾ സ്വന്തമാക്കിയ ആൾക്കാർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അവരും ഒരുപാട് സ്ട്രഗിൾ അനുഭവിച്ച് മുന്നോട്ട് വരുന്ന ആൾക്കാരാണ്. പക്ഷെ അവർക്കും ഇപ്പോൾ പോലും അവർക്ക് എണ്ണത്തിന് ആനുപാതികമായിട്ടുള്ള റെപ്രസെന്റേഷൻ നമ്മുടെ നിയമ സംവിധാനങ്ങളിലോ നിയമസഭകളിലോ ഇല്ല. അതെന്തുകൊണ്ടാണ്? അത്തരത്തിൽ ഒരാൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി ചോദ്യമുയർത്താനും അവർക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുന്ന ആനുകൂല്യങ്ങളും സർക്കാരിന്റെ അവകാശങ്ങളും നേടിയെടുക്കാനും ഒരാളുണ്ടാകും എന്നുള്ള ഭയം തന്നെയാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ സാധാരണ രീതിയിൽ ഒരു മതവിഭാഗമാകട്ടെ, ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ അത്തരത്തിൽ വോട്ട് പിടിക്കാനായിട്ട് ചെല്ലുമ്പോൾ അതൊരു വലിയ ഹ്യൂജ് ആയിട്ടുള്ള നമ്പറുകൾ ആ മതവിഭാഗത്തിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിയിലുണ്ടെങ്കിൽ അവരെ പ്രീതിപ്പെടുത്തുക എന്നുള്ളത് എല്ലാ കാലത്തും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ആവശ്യമാണ്. കാരണം എന്തുകൊണ്ടാണ്? അവർ വലിയൊരു രീതിയിൽ അവർ ഒരു വോട്ട് ബാങ്ക് ആണ്. അവരുടെ എണ്ണത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇലക്ഷൻ റിസൾട്ടുകളെ അത് രാഷ്ട്രീയ പാർട്ടികളെ പ്രതികൂലമായിട്ട് ബാധിക്കും. എന്തായാലും ഇവിടെ ഈ പട്ടികവർഗ അതിക്രമ നിരോധന നിയമപ്രകാരമാണ് എന്തായാലും പ്രതികൾക്കെതിരെ ഈ രണ്ടുപേരാണ് പ്രധാനമായിട്ടും ഈ പറഞ്ഞതുപോലെ തന്നെ ഈ റിജോ അതുപോലെ തന്നെ റെജിൽ, വിഷ്ണു എന്നീ രണ്ടുപേരെയാണ് എന്തായാലും പോലീസ് പിടികൂടിയിരിക്കുന്നത്. മെയ് 24 ഈ സംഭവം ഉണ്ടായത്. ഇതിന്റെ വിശദമായിട്ടുള്ള ഡേറ്റാസ് പുറത്തു വരുന്നത് ഇപ്പോൾ മാത്രമാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പലയിടത്തും ആ ഒരു വീഡിയോസും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വളരെ വൈറലാണ്. ആ വ്യക്തി ഈ പറയുന്ന 19 വയസ്സുകാരനാണ്. വേണു എന്ന് പറയപ്പെടുന്ന പിതാവിന്റെ മകനായിട്ടുള്ള സിജു എന്ന് പറയുന്ന 19 വയസ്സുകാരനാണ്. അദ്ദേഹം അതിൽ കാണുമ്പോൾ നമുക്കും തോന്നുന്നുണ്ട്, കൃത്യമായി അറിയാത്ത പറയുന്ന ഒരു പരിധിവരെ ശരിയല്ല എങ്കിൽ പോലും അദ്ദേഹം ഒരു എന്താ പറയുക വല്ലാത്തൊരു മെന്റൽ സ്റ്റേജിലാണ്. ആ ഒരു മുഖവും ശരീരഭാഷയും ഒക്കെ ഉള്ളത്. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും മദ്യവെച്ചെത്തി എന്ന് തന്നെ ഇരിക്കട്ടെ, പക്ഷെ അതിനും നിയമ സംവിധാനങ്ങളെയോ പോലീസിനെയോ ആശ്രയിക്കുക എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായിട്ട് നിലനിൽക്കുന്ന ഒരു രീതി. അത്തരത്തിൽ പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കയ്യേറ്റ ശ്രമം ഉണ്ടായെങ്കിൽ പോലും സ്വാഭാവികമായിട്ട് കയ്യേറ്റം ഉണ്ടാകാതിരിക്കാൻ ഡിഫൻസ് ചെയ്യുക എന്നുള്ളത് മനുഷ്യപരമായിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ തന്നിലേക്ക് ഒരു അക്രമം ഉണ്ടാകുമ്പോൾ അത് പ്രതിരോധിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഒരാളെ ഈ പറഞ്ഞതുപോലെ തന്നെ പട്ടാപ്പകൽ ഒരു വൈദ്യുതി തൂണിൽ കെട്ടിയിടുക, എന്തോ ഒരു വള്ളിയോ കയറോ ആണെന്നാണ് നമുക്ക് ആ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാകുന്നത്. അത് ഉപയോഗിച്ച് ഒരാളെ കെട്ടിയിടുക, ഏതാണ്ട് 1 മണിക്കൂറോളം കെട്ടിയിടുക എന്നുള്ളതാണ്. ഇതിനൊക്കെയുള്ള ധൈര്യം വരുന്നതിന്റെ കാരണം ജയ് പറഞ്ഞത് തന്നെയാണ്. അതായത് ഇവർക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല. ഒരാളും ഇവൻ പോലീസ് സ്റ്റേഷൻ ചെന്നാൽ പോലും ഇരട്ടത്താപ്പാണ്. അവൻ ആദിവാസി, അവനെ ആദ്യം അടിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ സിനിമയിൽ ഞാനൊരു സിനിമ കണ്ടപ്പോൾ അതിൽ കാണിക്കുന്ന സീൻ പോലും അങ്ങനെയാണ്. എന്നിട്ട് അതിലൊരു പോലീസുകാരൻ നന്മമരമായിട്ടാണ് അത് ചിത്രീകരിക്കുന്നത്. എങ്കിലും അതിനകത്തൊരു സീൻ ശരിക്കും പറഞ്ഞാൽ ആദ്യം ചെല്ലുമ്പോഴേ ഇവൻ ആദിവാസിയല്ലേ, അതായത് അടയ്ക്ക പിറക്കിയെടുക്കുന്ന ഒരു ആദിവാസി, അതായത് ഊരിലുള്ള ഒരു ആദിവാസി വേറൊരാളുടെ പറമ്പിൽ വഴി കിടക്കുന്ന ഒരു അടയ്ക്ക പിറക്കിയെടുക്കുന്ന ആദിവാസിയെ കള്ളനാക്കി ചിത്രീകരിക്കുക, അല്ലെങ്കിൽ വെറ്റില മുറിച്ചെടുക്കുന്ന ഒരു ആദിവാസിയെ കള്ളനാക്കി ചിത്രീകരിക്കുക. അത് എങ്ങനെയാണ്? അത് ഇന്നും അങ്ങനെയല്ലേ? അത് തന്നെയല്ലേ മധുവിന് സംഭവിച്ചത്. ഒരു ബണ്ണെടുത്തു എന്നും പറഞ്ഞ് അവനെ തല്ലിക്കൊല്ലുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തുക. അവൻ ആദിവാസി ആയതുകൊണ്ടല്ലേ ഇത്രയും എന്തിനാണ് ജനങ്ങൾക്ക്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഓക്കെ, ഈ സിജുവിന്റെ കേസിൽ പോലും ഈ കെട്ടിയിട്ട് മർദ്ദിക്കുന്നവന്മാരിരുന്ന് ചിരിക്കുവാണ്. അവനെ അടിക്കുമ്പോഴും ആക്രോശിക്കുമ്പോഴും മറ്റേ നായയെ പോലെ കെട്ടിയിട്ട് പുറകിൽ ഇങ്ങനെ കെട്ടി വലിച്ചു വെച്ചിരിക്കുമ്പോഴും അവന് ബോധമില്ല. ഓക്കെ, മദ്യം കഴിക്കുന്ന എത്രയോ ആൾക്കാർ നമ്മുടെ നാട്ടിൽ നടക്കുന്ന റോഡിലൊക്കെ വഴിയിലേക്ക് കിടക്കുന്നു. ഇവനെയൊക്കെ പിടിച്ച് കെട്ടിയിടുവാണോ ചെയ്യുന്നത്? ഇത്ര ബോധവൽക്കരണമുള്ള ആൾക്കാരാണോ നമ്മുടെ നാട്ടിലുള്ളത്? അതുകൊണ്ട് അവൻ ഇത് തന്നെയാണ് അവിടെ ഇപ്പോഴും നമ്മൾ എടുത്തു പറയുകയാണ്. ആദിവാസി അല്ലെങ്കിൽ പട്ടിക വിഭാഗം, പിന്നോക്ക വിഭാഗം ആയതുകൊണ്ട് മാത്രമാണ്, പ്രത്യേകിച്ചും ആദിവാസി ഊരുകാരനായതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള ധൈര്യം മലയാളികൾക്ക് അല്ലെങ്കിൽ മനുഷ്യന്മാർക്ക് ഉണ്ടാകുന്നത്. മറിച്ച് സാധാരണക്കാരനായിരുന്നെങ്കിൽ, വേറെ ഏതെങ്കിലും ഒരു കാസ്റ്റിലോ പെട്ട ഒരു കാറ്റഗറിയിലോ പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നു. ഇങ്ങനെ ചെയ്യില്ല. തീർച്ചയായിട്ടുള്ള കാര്യം ചോദിക്കാനായിട്ട് ആള് വരും. ഇതിന്റെ പുറകിൽ ഇത് പറഞ്ഞ പോലെ പ്രബലരായിട്ടുള്ള ആൾക്കാരില്ല. ഈ പറഞ്ഞ പോലെ കൂടിപ്പോയാൽ അവരുടെ പാവങ്ങളായിട്ടുള്ള ഈ പറഞ്ഞതുപോലെ നിയമ സംവിധാനങ്ങളെ പറ്റി പോലും കൃത്യമായ ധാരണയില്ലാത്ത, പലപ്പോഴും വിദ്യാഭ്യാസം പോലും ശാരീരിക ഇവർ കൃത്യമായിട്ട് കൊടുക്കാതിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ്. അവരുടെ റൈറ്റ്സ് എന്താ നടക്കുന്നത് അത് കൃത്യമായിട്ട് ഈ പറഞ്ഞ കണക്ക് അതിന് അവരുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളിൽ ഒരു കുറവുണ്ടെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യാനായിട്ട് ഇപ്പോഴെങ്കിലും ഏതെങ്കിലും വിഭാഗങ്ങളുണ്ടോ? ആദിവാസി വകുപ്പുകളും പട്ടികജാതി വകുപ്പുകളും ഒക്കെ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ അവർക്കിപ്പോഴും കാലങ്ങളായിട്ട് കിട്ടേണ്ട നല്ലൊരു റോഡാവട്ടെ, അവരുടെ വീട്ടിലേക്കുള്ള ആക്സസ് ആവട്ടെ, അവർക്ക് പ്രാഥമികമായിട്ട് കിട്ടേണ്ട വിദ്യാഭ്യാസമാകട്ടെ, ശാരീരിക തുടക്കത്തിൽ പറഞ്ഞ കണക്ക് ഗർഭിണികൾക്ക് കിട്ടേണ്ട പ്രസവ ശുശ്രൂഷയും സൗകര്യങ്ങളുമാകട്ടെ, അത് കൃത്യമായിട്ട് അവരിലേക്ക് എത്തിച്ചേരാതിരിക്കുന്നതിനുള്ള പ്രധാന കാരണം നമുക്ക് തന്നെ അറിയാം. നമ്മുടെ എന്താ പറയുക, അരികുവൽക്കരിക്കപ്പെടാത്ത നമ്മുടെ പൊതുസമൂഹം എന്ന് പറയപ്പെടുന്ന നമ്മൾക്കുൾപ്പെടെ
കിട്ടേണ്ട പല ആനുകൂല്യങ്ങളിലും വലിയൊരു പങ്ക് സർക്കാരിന്റെ പോക്കറ്റിലേക്കും മുക്കേണ്ടവരുടെ പോക്കറ്റിലേക്കും എത്തിയതിന്റെ ബാക്കിയാണ് നമുക്ക് കിട്ടുക. അത് അഴിമതി എന്നുള്ളത് നമ്മുടെ കേരളത്തിന്റെ ഒരു മായ്ക്കാൻ കഴിയാത്ത ഒരു സ്റ്റാമ്പായിട്ട് മാറിയിരിക്കുകയാണ്. അത് ആൾക്കാരും അംഗീകരിച്ചു കഴിഞ്ഞു. 50% മുക്കിയാൽ പകുതിയെങ്കിലും ഞങ്ങൾക്ക് തരണേ എന്നൊരു അപേക്ഷ മാത്രമേ പൊതുജനത്തിനുള്ളൂ. അത്തരത്തിൽ ചോദിക്കാനായിട്ട് സൗണ്ട് ഉള്ള ഒരു വിഭാഗത്തിന് പോലും കിട്ടുന്ന ആനുകൂല്യങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും വളരെ എണ്ണത്തിൽ കുറവായിരിക്കുന്ന ജനപ്രാതിനിധ്യ സഭകളിൽ റെപ്രസെൻറ്റേഷൻ വളരെയധികം കുറഞ്ഞിരിക്കുന്ന ഇത്തരത്തിൽപ്പെട്ട ഗോത്ര ആദിവാസി സമൂഹത്തിൽപ്പെട്ട ആൾക്കാർക്ക് ചോദിക്കാനും പറയാനും ആളുകളില്ല എന്നുള്ള കാര്യം തന്നെയാണ് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് അഡ്രസ് ചെയ്യേണ്ട കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശാരിക, മാധ്യമങ്ങൾ തന്നെയാണ് ഇക്കാര്യങ്ങൾ വളരെ വലിയൊരു എഫേർട്ട് എടുക്കുന്നത്. ഇത്തരത്തിൽ ഒറ്റപ്പെട്ട സംഭവങ്ങളാവട്ടെ, അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്ന എത്രയോ സംഭവങ്ങൾ ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ അവർക്ക് തന്നെ അറിയില്ല പലപ്പോഴും ഇത്തരത്തിലുള്ള അട്രോസിറ്റീസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആരെയാണ് സമീപിക്കേണ്ടത് എന്നുള്ള കൃത്യമായ ഒരു അവബോധം ഈ വിഭാഗത്തിനില്ല എന്നുള്ള കാര്യം കൂടി ചൂഷണത്തിന് വലിയൊരു ഭാഗമാകുന്നുണ്ട്. അതെ, തീർച്ചയായും. ഞാൻ പറയുന്നത് നമ്മളെപ്പോലുള്ള ഓൺലൈൻ മാധ്യമങ്ങളാവട്ടെ, വ്ളോഗേഴ്സ് ആവട്ടെ, ഇതൊക്കെ എത്ര പേര് ഇപ്പോൾ റിയാക്ട് ചെയ്തിട്ടുണ്ട്? എല്ലാത്തിനും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. തീർച്ചയായിട്ടും. ഇതിൽ എത്ര പേര് ഈ ഒരു സംഭവം റിയാക്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായി, ശരിയാണ്, അയാൾ മദ്യപിച്ചിട്ട് അവർ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ അവർ മദ്യപിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ അവർക്ക് ഇതിനെക്കുറിച്ച് ഒരു ബോധം ഉണ്ടാക്കി കൊടുക്കാൻ എന്ത് സാഹചര്യമാണ് സർക്കാരും നമ്മുടെ സമൂഹവും അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നു? ഒന്നുമില്ല. അവരിന്നും ആ ഒരു ആദിവാസി ഗുരുകൾ കഴിയുന്നു. ശരി, അവരുടെ ആചാരങ്ങൾ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവരോട് ജീവിച്ചോട്ടെ. അപ്പോഴും അവിടെ എങ്ങനെയാണ് അച്ഛനില്ലാത്ത കുട്ടികൾ അവിടെ ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? എത്രയോ സ്ത്രീകളാണ് ഭർത്താവില്ലാതെ ഗർഭിണികളായിക്കൊണ്ടിരിക്കുന്നത്. നിയമത്തിന്റെ പരിരക്ഷണ ഇല്ലാതെ എത്രയോ കുട്ടികൾ അവിഹിതമായിട്ട്, അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന പോലെ മാരീഡ് അല്ലാത്ത എത്രയോ കുട്ടികൾ, അതായത് 16-ലും 15-ലും വയസ്സുള്ള പെൺകുട്ടികളോടെ പ്രസവിക്കുന്നു. എത്രയോ കുട്ടികൾ അവിടെ ഗർഭചിത്രം നടത്താൻ പോലും അവർക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ പരിപാടികൾ നടത്താനായിട്ട് ഇവിടുത്തെ ആൾക്കാർ, അതിന് ആദിവാസിയൊന്നുമില്ല, സ്ത്രീ ആയാൽ മാത്രം മതി. ഇതൊക്കെ ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടാതെ കിടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അവിടെ. അക്കൂട്ടത്തിൽ സിജുവിനെ അവർ തല്ലിക്കൊല്ലാതിരുന്നത് എന്തോ ഒരു ആ പയ്യന്റെ ആയുസിന്റെ ബലം കൊണ്ട് മാത്രമാണെന്ന് ഞാൻ പറയും. അല്ലെങ്കിൽ വേറൊരു മധുവായി, മധു വളരെയധികം അപരിഷ്കൃതമായിട്ടുള്ള സമൂഹമായിട്ട് നമ്മൾ മലയാളികൾ മാറുന്നു എന്നുള്ളതിന്റെ അടയാളപ്പെടുത്തൽ കൂടിയാണ് ഈ ആവർത്തിച്ചു വരുന്ന ഈ മധു ആവട്ടെ, അതിനിപ്പുറം ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ സിജു ആകട്ടെ. നമ്മളൊക്കെ എപ്പോഴും ഉത്തരേന്ത്യയുടെ കാര്യം പറയും. ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിൽ മാത്രമേ ഉള്ളൂ ആൾക്കൂട്ട വിചാരണ, നിയമം കയ്യിലെടുക്കുന്നു, അവിടെ നിയമ സംവിധാനങ്ങളില്ല, ആളുകൾ തന്നെയാണ് നിയമം അല്ലെങ്കിൽ വിധി എഴുതുന്നത്, നീതി നടപ്പാക്കുന്നത്, എന്ത് കാടൻ നിയമമാണെന്നൊക്കെ നമ്മൾ ഇവിടെ നിന്ന് വിളിച്ചു പറയുന്ന മലയാളികൾ തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ ചെയ്യുന്നത്. അത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല, കാരണം റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകാം. തീർച്ചയായും. എന്തായാലും ഏറ്റവും അവസാനത്തെ സംഭവമാകട്ടെ, ഇത് എല്ലാ കുറ്റകൃത്യങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ തന്നെ കൃത്യമായി തന്നെ ഇത് ഇനിയും ആൾക്കൂട്ട വിചാരണകൾ ഉണ്ടാകുന്ന കാടത്തപരമായിട്ടുള്ള പെരുമാറ്റങ്ങൾ മലയാളികൾക്കിടയിൽ നിന്ന് വീണ്ടും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതിനൊപ്പം തന്നെ ഈ സിജു എന്ന് പറയുന്ന 19 വയസ്സുകാരനെ വിവസ്ത്രനാക്കി ഒരു വൈദ്യുത തൂണിൽ കെട്ടിയിട്ട് മർദ്ദിക്കുകയും ആ രീതിയിൽ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലടക്കം അപകീർത്തിപരമായ രീതിയിൽ വീഡിയോ പ്രചരിപ്പിക്കുകയും ചെയ്തതിന് സാധാരണഗതിയിൽ ഒരു പൊതുമധ്യത്തിൽ ഒരു സാധാരണ പൗരൻ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ നേരിടേണ്ടി വരികയാണെങ്കിൽ എന്തൊക്കെ രീതിയിലുള്ള നീതി അയാൾക്ക് ലഭിക്കുമോ, പ്രതികൾക്ക് ഏതൊക്കെ രീതിയിലുള്ള ശിക്ഷകൾ നടപ്പാക്കി കൊടുക്കാനായിട്ട് നമ്മുടെ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുമോ, ആ രീതിയിൽ തന്നെ ഇവിടെ സിജുവിനും നീതി നടപ്പാക്കപ്പെടണം. എങ്കിൽ മാത്രമേ നീതിന്യായ വ്യവസ്ഥയിലൂടെയുള്ള നമ്മുടെ ഒരു കടമയും നമ്മുടെ ഒരു കൂറും തുടർന്നു പോവുകയുള്ളൂ.